അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇന്നൊരു ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പിയും മാഗിയും പിന്നെ നമ്മൾ ടൊപ്രാമെന്നും അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ നൂഡിൽസാണ് കേട്ടോ ഈ ഷെസ്വാൻ. അപ്പോൾ ഇതിൻ്റെ പാക്കിൻ്റെ പുറകിൽ തന്നെ ഇത് ഉണ്ടാക്കേണ്ട പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ പണിയൊന്നും പെട്ടില്ല. അപ്പം ഇതേപോലെ സോസും വെജീസായിട്ട് വേറൊരു സെക്ഷനും പിന്നെ ഇതേപോലെ നമ്മുടെ സാധാരണ ന്യൂഡിൽസും ഉണ്ടായിരുന്നു. ഞാൻ കാണുന്നത് ഏതൊക്കെയോ ഇലയും കപ്പയും കായും ഒക്കെ ഉണ്ടാകുന്നുണ്ട് വെജീസിൻ സെക്ഷനിൽ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി എന്തൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചില്ലി ഓയിലും ഉണ്ടായിരുന്നു കേട്ടോ ഇതേപോലത്തെ. അങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ചില്ലി ഓയിലും പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് വെജീസില്ലേ അതും ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് തിക്കാക്കി എടുക്കണം. ഞാൻ ഉണ്ടാക്കുന്ന കറക്റ്റ് പ്രൊസീജിയർ തന്നെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ നൂഡിൽസിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ സോസ് ഇങ്ങനെ ആ നൂഡിൽസിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് അത് മാറ്റി കേട്ടോ. കാണാനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടമായില്ല ഗൈസ്. എനിക്ക് നമ്മുടെ ഇപ്പം മാഗിയൊക്കെ തന്നെ പറ്റുള്ളൂ. എൻ്റെ അനിയത്തിൻ്റെ റിയാക്ഷനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പുള്ളിക്കാരി വലിയ കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.